ചേട്ടാ എന്തിനായിട്ടാ വണ്ടി ഇങ്ങനെ പാക്ക് ചെയ്യണേ? ഇത് ബാംഗ്ലൂർ കൊണ്ടുപോകാനായിട്ട്. ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ബാംഗ്ലൂരിലേക്ക് നിങ്ങൾ വണ്ടി കയറ്റി എങ്ങനെയാണത്? നമ്മുടെ വണ്ടിയുണ്ട്, നമ്മുടെ വണ്ടിയിൽ ഇവിടുന്ന് കയറ്റി ബാംഗ്ലൂർ കൊണ്ടിറക്കും. ഓഹോ ചേട്ടാ, അപ്പോഴേ എല്ലാ ബൈക്കും ഇങ്ങനെ ഫുൾ പാക്കിംഗ് ആണോ ചെയ്യുന്നത്? നമ്മളെല്ലാം ഇങ്ങനെ ഫുൾ പാക്കിങ് ചെയ്യാറില്ല. പുതിയ വണ്ടികളാണെങ്കിൽ മാത്രം നമ്മൾ ഫുൾ പാക്ക് ചെയ്യണം. പഴയ വണ്ടി പോലത്തെ വണ്ടികളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഫുൾ പാക്കിങ് ചെയ്യാറില്ല. ഇത് കസ്റ്റമറുടെ അഭിപ്രായം ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഡോർ ടു ഡോർ ഡെലിവറി കൊടുക്കുമോ? അതായത് ഇവിടെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു തരുമോ? നമുക്ക് ഡോർ ടു ഡെലിവറി ആണ് നമ്മൾ ചെയ്യാറ്. പിന്നെ പുതിയ വണ്ടികളൊക്കെ ഫുൾ പാക്കിംഗ് വരുന്ന സമയത്ത് കസ്റ്റമർ നമുക്ക് ഇവിടെ കൊണ്ടുതരും പാക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഇതുപോലുള്ള ബബിൾ റാപ്പ് ഒക്കെ വെച്ച് ഫുൾ ആയിട്ട് റാപ്പ് ചെയ്തെടുക്കും. ഓക്കെ ഓക്കെ. ചേട്ടാ, പിന്നെ നമ്മൾ ഈ ബൈക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്, അങ്ങനെ കൊണ്ടുപോയാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ അടിച്ച് ഇടുന്ന കുഴപ്പമുണ്ടോ? നമ്മൾ ഈ ബൈക്ക് അല്ല, അത് അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമ്മളിപ്പം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫയർ ഒക്കെ ആവാൻ സാധ്യതയുണ്ടല്ലോ. പിന്നെ നമുക്ക് അവിടെ ഡെലിവറി ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് അവിടുന്ന് ജസ്റ്റ് പമ്പ് വരെ പോകാനുള്ള എണ്ണ മാത്രം വണ്ടി. ഓക്കെ ഓക്കെ കേട്ടോ. പിന്നെ ഒരു സംശയം ഉള്ളതെന്ന് വെച്ചാലേ, ഈ വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തെ എന്തെങ്കിലും ഡോക്യുമെന്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ നമുക്ക് അങ്ങനെ വല്ല ആവശ്യമായിട്ടുണ്ടല്ലോ. RC-യുടെ കോപ്പി വേണം, ഇൻഷുറൻസിന്റെ കോപ്പി വേണം, പിന്നെ RC ഓണറുടെ ആധാറിന്റെ ഒരു കോപ്പി വേണം, പിന്നെ ഒരു ഡിക്ലറേഷൻ ലെറ്റർ അത് കസ്റ്റമർ തന്നെ എഴുതി തരേണ്ടി വരും. എന്ന് വെച്ചാൽ ഇത് വിൽപ്പനയ്ക്കുള്ളതല്ല. എനിക്ക് ഇവിടുന്ന് ഞാൻ സ്ഥലം മാറി ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ടുള്ള എന്റെ പേഴ്സണൽ യൂസിനായിട്ടുള്ള എന്നുള്ളത് ഡിക്ലറേഷൻ ലെറ്ററും കൂടെ വേണ്ടി വരും. ഓക്കെ കേട്ടോ. ഓക്കെ. എത്ര ദിവസം ഡെലിവറി ചെയ്യാൻ പറ്റും? നമ്മൾ നോർമലി ചെയ്യുന്നത് ഒരു 3 to 4 ഡേയ്സിലാണ് വരുന്നത്. അങ്ങനെയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇന്ന് കൊണ്ട് തരുവാണെങ്കിൽ ഒരു 4 ദിവസത്തിനുള്ളിൽ നമുക്ക് അവിടെ ഡെലിവറി തരാൻ പറ്റും അല്ലേ? 4 ദിവസത്തിനുള്ളിൽ ഒരു 4 ദിവസമാണ് നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 ദിവസത്തിനുള്ളിൽ എത്തും. നമുക്ക് ഇപ്പൊ ഏകദേശം എത്ര റേറ്റ് വരും ചേട്ടാ കൊണ്ടുപോകണമെങ്കിൽ? നമുക്ക് റേറ്റ് വരുന്നത് ഇപ്പൊ ഇതുപോലത്തെ ഇതൊരു സ്കൂട്ടറാണ്. ഇതുപോലത്തെ സ്കൂട്ടർ ഇപ്പൊ ഒരു ബേസിക് റാപ്പിംഗ് കൊടുത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേനും ഒരു 4750 രൂപയാണ് നമുക്ക് നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ മാറുമ്പോഴത്തേന് ചെറിയ വ്യത്യാസങ്ങൾ. ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് റേറ്റ് വ്യത്യാസം വരും അല്ലേ? ചെറിയ വ്യത്യാസം. ഓക്കെ കേട്ടോ. ഓക്കെ. അപ്പൊ ഞങ്ങൾ വേറെ ഒന്നും ചേട്ടൻ ഇങ്ങനെ പാക്ക് ചെയ്യേണ്ടപ്പോൾ ഒന്ന് ചോദിച്ചതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ നമ്മുടെ ഇതുണ്ട്, സൈറ്റ് ഉണ്ട്. അതിൽ പ്രോക്കോച്ചിൻ പാക്കേജ് ആൻഡ് മൂവേഴ്സ് ബുക്ക് ചെയ്യാം അല്ലേ? ഓക്കെ കേട്ടോ. ഓക്കെ. താങ്ക് യു കേട്ടോ. ശരി.